പുതിയ ഇലക്ട്രിക് ബസ്സുകൾ എന്റെ കുഞ്ഞാണ്. ഫ്ളാഗ് ഓഫിന് വരുന്നത് രണ്ടാം അച്ഛനാണോ എന്ന് അറിയില്ല. ഫ്ളാഗ് ഓഫിനെ കുറിച്ച് തന്നെ അറിയിച്ചിട്ടില്ല. വണ്ടികൾ ഒരു മാസമായി വെറുതെ കിടക്കുകയായിരുന്നു. ഗണേഷ് കുമാറിനെതിരെ പരോക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ആന്റണി രാജു ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. KSRTC ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസിന്റെ ഉദ്ഘാടന ദിവസം ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറും മുൻമന്ത്രി ആന്റണി രാജുവും തമ്മിലുള്ള ഭിന്നത പരസ്യമാക്കുന്നതാണ് ഈ പ്രതികരണം. ബസിന്റെ ഉദ്ഘാടനം തന്നെ അറിയിക്കാതെ നടത്താനുള്ള ശ്രമമടക്കം ചൂണ്ടിക്കാട്ടി ആന്റണി രാജു ഗണേഷ് കുമാറിനെതിരെ പരോക്ഷമായി അതൃപ്തി പ്രകടിപ്പിച്ചു. പുതിയ ഇലക്ട്രിക് ബസ്സുകൾ തന്റെ കുഞ്ഞാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഫ്ളാഗ് ഓഫിന് വരുന്നത് രണ്ടാനച്ഛനാണോ എന്ന് അറിയില്ല. പുത്തിരിക്കണ്ടത്ത് പരിപാടി നടത്തുമെന്നായിരുന്നു ആദ്യം അറിയിച്ചത്. പിന്നീട് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലേക്ക് മാറ്റി. പരിപാടിയിലേക്ക് ക്ഷണിക്കാത്തതിൽ വിഷമമില്ല. ബസ് നിരത്തിലിറങ്ങുമ്പോൾ ഒരച്ഛന്റെ സന്തോഷമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനുവരിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്ന് പറഞ്ഞ ബസ് എന്തിനാണ് ഇത്രയും വെച്ച് താമസിപ്പിച്ചതെന്ന് അറിയില്ലെന്നും ആന്റണി രാജു മാധ്യമങ്ങളോട് പറഞ്ഞു. ഉദ്ഘാടനത്തിന് 1 മണിക്കൂർ മുമ്പാണ് ആന്റണി രാജു ബസ് സന്ദർശിച്ചത്. താൻ ഗതാഗത മന്ത്രിയായിരുന്ന സമയത്താണ് സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയതും 100 കോടി അനുവദിച്ച് 103 ഇലക്ട്രിക് ബസ്സുകളും 2 ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സുകളും വാങ്ങാൻ തീരുമാനിച്ചതും. ജനുവരി ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ആദ്യത്തെ ഡബിൾ ഡെക്കർ ബസ് എത്തി. രണ്ടാമത്തെ ആഴ്ച തന്നെ അടുത്ത ബസ്സുമെത്തി. യഥാർത്ഥത്തിൽ ജനുവരിയിൽ തന്നെ ഓടിത്തുടങ്ങേണ്ടതായിരുന്നു 2 ബസ്സുകളും. വണ്ടികൾ 1 മാസമായി വെറുതെ കിടക്കുകയായിരുന്നു. ഇതിൽ വെറുതെ പോയപ്പോഴാണ് 2 ബസ്സുകളും ഉദ്ഘാടന കർമ്മത്തിനായി ഒരുക്കി നിർത്തിയിരിക്കുന്നത് കണ്ടത്. എന്നോട് ബന്ധപ്പെട്ടവർ പറഞ്ഞത് പുത്തിരിക്കണ്ടത്ത് നയനാർ പാർക്കിലാണ് ഇത്രയും ബസ്സുകൾ ഒരുമിച്ച് ഫ്ളാഗ് ഓഫ് ചെയ്യുകയെന്നായിരുന്നു. എന്നാൽ ഇവിടെ വെച്ചാണ് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ അറിയുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുത്തിരിക്കണ്ടത്തിന് പകരം വികാസ് ഭവൻ ഡിപ്പോയിൽ വെച്ചാണ് ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് നടന്നത്. ആന്റണി രാജുവിന്റെ മണ്ഡല പരിധിക്ക് പുറത്താണ് പരിപാടി എന്നതാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചതെന്നാണ് പുറത്തുവരുന്ന സൂചന. കിഴക്കേക്കോട്ട, തമ്പാനൂർ തുടങ്ങിയവയൊക്കെയാണ് തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗം. കഴിഞ്ഞ തവണ 50 ബസ്സുകൾ മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തത് കിഴക്കേക്കോട്ടയ്ക്ക് സമീപമുള്ള വലിയ ശാലയിൽ വെച്ചാണ്. അവിടെ വെച്ചൊക്കെ ചെയ്യുന്നതിന് പകരം ഒഴിഞ്ഞ മൂലയിൽ വെച്ച് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് എന്തിനാണെന്നും ആന്റണി രാജു ചോദിച്ചിരുന്നു. KSRTC തന്റെ കൂടി കുഞ്ഞാണ്, അതുകൊണ്ട് കാണാനുള്ള കൗതുകം കൊണ്ട് ഇറങ്ങിയെന്നേ ഉള്ളൂ. ഫ്ളാഗ് ഓഫ് തന്റെ മണ്ഡലത്തിന് പുറത്തേക്ക് മാറ്റിയത് അറിയാതെയാണെന്ന് കരുതുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുറത്തു വച്ചാണെങ്കിലും തന്റെ മണ്ഡലത്തിൽ തന്നെയാണ് ബസ്സുകൾ ഓടിക്കേണ്ടി വരികയെന്നും ആന്റണി രാജു വ്യക്തമാക്കി. മുംബൈ നഗരം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് ബസ്സുകളുള്ള സംസ്ഥാനം കേരളമാണ്. വടക്കേ ഇന്ത്യയിൽ ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സുകളില്ല. ഓപ്പൺ റൂഫുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ് തിരുവനന്തപുരത്തേതാണ്. ഇതൊക്കെ താൻ മന്ത്രിയായിരുന്നപ്പോൾ വാങ്ങിക്കാൻ സാധിച്ചുവെന്നതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്നും ആന്റണി രാജു പറഞ്ഞു. ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ വാങ്ങിയ ബസ്സാണ് ഇതെല്ലാം. അത് റോഡിലിറങ്ങുമ്പോൾ ഡെലിവറി നടക്കുന്ന സമയത്ത് ഒരച്ഛനുണ്ടാകുന്ന സന്തോഷമാണ് ഇപ്പോൾ തനിക്കെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.